സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടത്തിനായുള്ള പോരിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ല വൻ കുതിപ്പ് തുടരുകയാണ്. 1275 പോയിന്റുള്ള തിരുവനന്തപുരം ജില്ല രണ്ടാമതുള്ള തൃശ്ശൂരിനേക്കാൾ ഇരട്ടിയിലേറെ പോയിന്റിന് ഇപ്പോൾ തന്നെ മുന്നിലാണ്. ഇന്ന് 2 മീറ്റ് റെക്കോർഡുകളാണ് പിറന്നത്. ജയേഷ് തന്നെ തുടരുന്നുണ്ട്. ജയേഷ്, ഇന്ന് തിരുവനന്തപുരത്തിൻ്റെയും വലിയ പ്രകടനമാണ് നമ്മൾ കണ്ടത്. 2 മീറ്റ് റെക്കോർഡുകൾ കൂടി പിറന്നു. മഴയാണെങ്കിലും താരങ്ങൾക്കൊട്ടും ക്ഷീണമില്ല അല്ലേ? ഡോക്ടർ അരുൺ, ഗെയിംസിലെ മികച്ച പ്രകടനത്തിന്റെ ബലത്തിലാണ് തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് ബഹുദൂരം മുന്നിലെത്തി നിൽക്കുന്നത്. 145 സ്വർണ്ണമടക്കം ആകെ 1275 പോയിന്റാണ് തിരുവനന്തപുരം സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള തൃശ്ശൂരിന് 589 പോയിന്റാണുള്ളത്. രണ്ടാം സ്ഥാനക്കാൾ ഇരട്ടിയിലേറെ പോയിന്റാണ് തിരുവനന്തപുരം സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അത്ലറ്റിക്സിലേക്ക് വരുമ്പോൾ പാലക്കാട് റിലേയിൽ ഉൾപ്പെടെ കരുത്തു കാട്ടിയ പാലക്കാടിന്റെ വൻ തിരിച്ചുവരവാണ് കാണുന്നത്. മലപ്പുറത്തെ പിന്നിലാക്കിക്കൊണ്ട് പാലക്കാട് അത്ലറ്റിക്സിൽ 10 സ്വർണം ഉൾപ്പെടെ 83 പോയിന്റുമായി മുന്നിലുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള മലപ്പുറത്തിന് 7 സ്വർണം ഉൾപ്പെടെ 62 പോയിന്റാണുള്ളത്. ഇന്ന് 2 മീറ്റ് റെക്കോർഡുകളാണ് ഇവിടെ പിറന്നിട്ടുള്ളത്. അത് സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ 110 മീറ്റർ ഹർഡിൽസിൽ മലപ്പുറത്തിന്റെ ഫസലുൽ ഹക്കാണ് റെക്കോർഡ് തിരുത്തിയത്. 13.78 സെക്കൻഡിലായിരുന്നു ഫസലിന്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ കാസർഗോഡിന്റെ സോന മോഹനാണ് മറ്റൊരു റെക്കോർഡ് സ്വന്തമാക്കിയത്. 38.64 മീറ്ററാണ് സോന എറിഞ്ഞത്. Thank you.